വാതിലുകളും UPVC സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസും കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും. പ്രൊഡക്റ്റ് ഏതുമാവട്ടെ, മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും SRS മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും. SRS മെറ്റൽ ഇൻഡസ്ട്രീസ്, കാഞ്ഞിരക്കോട്, വടക്കാഞ്ചേരി. കാലം മായ്ക്കാത്ത കരുത്ത്. BJP നേതാവ് PK കൃഷ്ണദാസിന്റെ വടക്കാഞ്ചേരി സന്ദർശനം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയെന്ന് വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി. മാരാത്തുകുന്ന് റെയിൽവേ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട ടോപ്പോഗ്രാഫിക് സർവേക്ക് തുടക്കം കുറിക്കുന്ന ചടങ്ങിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മാരാത്തുകുന്ന് റെയിൽവേ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് BJP നേതാവ് PK കൃഷ്ണദാസിന്റെ പ്രസ്താവന രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണെന്ന് MLA സേവ്യർ ചിറ്റിലപ്പള്ളി പറഞ്ഞു. BJP നേതാവ് PK കൃഷ്ണദാസ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലും മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റിലും നടത്തിയ സന്ദർശനത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു MLA. അതിപ്പോ നമുക്കറിയാലോ, മാരാത്തുകുന്ന് റെയിൽവേ മേൽപ്പാലം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് കേരയിൽ കോർപ്പറേഷനെ ഏൽപ്പിച്ചിട്ടുള്ളത്. കേരയിൽ കോർപ്പറേഷൻ അതിവേഗത്തിൽ അതിൻ്റെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെയാണ് എന്ന് പറയാൻ ഇപ്പോൾ അദ്ദേഹത്തിന് ആ നിലയിലുള്ള ഏതെങ്കിലും സംവിധാനത്തിൻ്റെ അധികാരങ്ങൾ നിലനിൽക്കുന്നതായിട്ട് അറിയില്ല. അങ്ങനെ ഒന്നും ഇല്ലാത്ത കാര്യത്തിൽ സ്വാഭാവികമായി രാഷ്ട്രീയമായ ചില മുതലെടുപ്പുകൾക്ക് വേണ്ടിയാകാം. എങ്കിലും ജനപ്രതിനിധികൾ എന്ന രീതിയിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട MP ശ്രീ K രാധാകൃഷ്ണനും ഞങ്ങൾ MLA മാരും എല്ലാം ചേർന്ന് ഈ നടപടികൾ അതിവേഗത്തിൽ പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. അതിവേഗത്തിൽ അത് പൂർത്തിയാക്കുന്ന കാര്യത്തിൽ യാതൊരു പങ്കും വഹിക്കാത്തവർക്ക് അവർക്ക് ഇഷ്ടമുള്ള അഭിപ്രായങ്ങൾ പറയാം എന്നതൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്. അതിനെ സംബന്ധിച്ച് കൂടുതൽ പ്രതികരണത്തിന് മുതിരുന്നില്ല. നമുക്ക് വികസന പ്രവർത്തനങ്ങൾ എല്ലാവരും ഒരുമിച്ച് നടത്തേണ്ട കാര്യമാണ്. ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് എന്നാണ് സംബന്ധിച്ചുള്ള അഭിപ്രായം. ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി റെയിൽവേ മേൽപ്പാലം നിർമ്മാണവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോവുകയായിരുന്നു. 50% ഫണ്ട് സംസ്ഥാനവും 50% ഫണ്ട് കേന്ദ്രവും എന്ന നിലയിൽ ഇതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ടു പോവുകയും PWD RBDCK വഴി GAD തയ്യാറാക്കി സംസ്ഥാന ഗവൺമെന്റ് തീരുമാനപ്രകാരം അതിന്റെ മണ്ണ് പരിശോധനയ്ക്കുള്ള പണവും നീക്കിവെച്ച് പ്രവർത്തനം ആരംഭിച്ചു. ഈ സമയത്താണ് റെയിൽ കോർപ്പറേഷനെ ഏൽപ്പിച്ചാൽ പണം മുഴുവൻ റെയിൽവേ ഏറ്റെടുക്കാമെന്നുള്ള നിർദ്ദേശം വരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഏപ്രിൽ മാസത്തിൽ മേൽപ്പാല നിർമ്മാണം റെയിൽ കോർപ്പറേഷനെ ഏൽപ്പിക്കുന്നതെന്നും MLA വ്യക്തമാക്കി. ജനപ്രതിനിധികൾ എന്ന നിലയിൽ MPയും MLA മാരും ചേർന്ന് നടപടികൾ അതിവേഗത്തിൽ പൂർത്തീകരിക്കുവാനുള്ള പരിശ്രമം നടക്കുമ്പോൾ അതിൽ യാതൊരു പങ്കും വഹിക്കാത്ത ആളുകൾ ഇഷ്ടമുള്ള അഭിപ്രായം പറയുന്നത് പോലെ മാത്രമേ അതിനെ കാണുന്നുള്ളൂ എന്നും കൂടുതൽ ഇത് സംബന്ധിച്ച് കൂടുതൽ സംസാരത്തിനില്ലെന്നും MLA വ്യക്തമാക്കി. You are watching VCV News.